ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് കൂട്ടുകാരുടെ പേരും ക്ലാസും ഡിവിഷനും എഴുതാൻ മറക്കില്ലല്ലോ. സ്കൂളിലെ പഠനോത്സവത്തിൽ മിതാദ് തന്റെ ശേഖരണ പുസ്തകത്തിലെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി. മിതാദിന്റെ വർണ്ണക്കുടയ്ക്ക് നമുക്കും നിറം നൽകാം. ആക്ടിവിറ്റി 1 നുലവിനു വനക്തുബോ. നിറം നൽകാം, എഴുതാം. താഴെ നോക്കൂ, ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കുടയ്ക്ക് നല്ല നിറങ്ങൾ നൽകി കൂട്ടുകാർ ഭംഗിയാക്കുമല്ലോ. ഇനി അതിന് താഴെ എന്താണ് നൽകിയിരിക്കുന്നത്? ഹാദിഹി ഡാഷ് സിയത്തുൻ. ഏത് അക്ഷരമാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത്? എന്താണ് നമ്മൾ കുടയ്ക്ക് പഠിച്ചിരിക്കുന്നത്? ഷംസിയത്തുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? ഷ. മിതാദ് പ്രദർശിപ്പിച്ച ചിത്രങ്ങളുടെ പേരുകൾ നമുക്ക് എഴുതി നോക്കാം. ആക്ടിവിറ്റി 2 നുലാഹിലു വനക്തുബു. നിരീക്ഷിക്കാം, എഴുതാം. താഴെ നോക്കൂ, കൂട്ടുകാർക്ക് സഹായകമായി കുറച്ച് സൂചനകൾ ഒരു ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഓരോ ചിത്രത്തിനും അനുയോജ്യമായ പേരുകൾ എടുത്തെഴുതി പൂരിപ്പിച്ചാൽ മതി. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ചെമ്പരത്തിപ്പൂവാണ് അല്ലേ? എന്താണ് നമ്മൾ ചെമ്പരത്തിപ്പൂവിന് പഠിച്ചിരിക്കുന്നത്? ഹൊബീസത്തുൻ. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ആനയാണ് അല്ലേ? ആനയ്ക്ക് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഫീലുൻ അല്ലേ? മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു റോസാപ്പൂവാണ് അല്ലേ? റോസാപ്പൂവിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? വർദത്തുൻ. നാലാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ഇലയാണ് അല്ലേ? ഇലയ്ക്ക് അറബിയിൽ എന്താണ് പറയുന്നത്? വറഖുൻ. അഞ്ചാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ബാറ്റാണ് അല്ലേ? ബാറ്റിന് എന്താണ് അറബിയിൽ പറയുന്നത്? മിൽറബുൻ. മിതാദ് നിർമ്മിച്ച വീട് മികവുത്സവം കാണാൻ വന്ന രക്ഷിതാക്കൾക്ക് വളരെ ഇഷ്ടമായി. മിതാദിന് പ്രോത്സാഹനമായി ഒരു രക്ഷിതാവ് സമ്മാനം നൽകാനായി അടുത്തേക്ക് വിളിച്ചു. ആക്ടിവിറ്റി 3 നുകമ്മിലുൽ ഹിവാർ. സംഭാഷണം പൂർത്തിയാക്കാം. ഇവിടെ കൂട്ടുകാർക്ക് സംഭാഷണം പൂർത്തിയാക്കാനായി 2 സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണവ? ജസാക്കല്ലാഹു ഖൈറൻ, അന. ഇനി നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കി നോക്കാം. എന്താണ് രക്ഷിതാവ് പറയുന്നത്? മൻ ബന ഹാദൽ ബൈത്ത്. ആരാണ് ഈ വീട് നിർമ്മിച്ചത്? അപ്പോൾ എന്തായിരിക്കും മിതാദ് പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ എന്നാണ് അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? അന. അപ്പോൾ രക്ഷിതാവ് എന്താണ് പറയുന്നത്? തഫല്ലൽ ഹാദിഹി ഹദിയ. ഇതാ, ഇത് നിനക്കുള്ള സമ്മാനമാണ്. അപ്പോൾ എന്തായിരിക്കും മിതാദ് തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവുക? ജസാക്കല്ലാഹു ഖൈറൻ. വീട്ടിലെത്തിയ മിതാദ് തന്റെ സമ്മാനപ്പെട്ടി തുറന്നു. മിഠായിയും പേനയും നോട്ട്ബുക്കും അതിലുണ്ടായിരുന്നു. അവൻ ഓരോന്നായി എണ്ണി നോക്കി. ആക്ടിവിറ്റി 4 നഅ്ദു വനക്തുബു. എണ്ണാം, എഴുതാം. കൂട്ടുകാർക്ക് പൂരിപ്പിക്കാനായി താഴെ ബോക്സിൽ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും അനുയോജ്യമായത് എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? സലാസ 3, അർബഅ 4, സമാനിയ 8, നമ്പർ 5 ഖംസത്തുൻ, നമ്പർ 3 സലാസത്തുൻ. ഇനി നമ്മൾക്ക് നൽകിയിരിക്കുന്നവ പൂരിപ്പിക്കാമല്ലോ. ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര മിഠായികളാണ് കാണുന്നത്? 8 മിഠായികളാണ് അല്ലേ? 8 എന്ന് അക്കത്തിൽ അവിടെ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ അക്ഷരത്തിൽ എഴുതേണ്ടത്? സമാനിയത്തുൻ. അവിടെ പൂരിപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എത്ര പേനകളാണ് കാണുന്നത്? 4 പേനകളാണ് അല്ലേ? 4 എന്ന് അക്കത്തിൽ അവിടെ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ അക്ഷരത്തിൽ എഴുതേണ്ടത്? അർബഅത്തുൻ. അവിടെ പൂരിപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ഇനി അടുത്ത ചിത്രത്തിൽ എത്ര പുസ്തകങ്ങളാണ് കാണുന്നത്? 5 പുസ്തകങ്ങളാണ് അല്ലേ? 5 എന്ന അക്ഷരത്തിലാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഖംസത്തുൻ. നമ്മൾ അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? 5 എന്ന് അക്കത്തിലാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. അവിടെ പൂരിപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. അടുത്ത ചിത്രത്തിൽ എത്ര ബോളുകളാണ് കാണുന്നത്? 3 ബോളുകളാണ് അല്ലേ? 3 എന്നതിന് അക്ഷരത്തിലും അക്കത്തിലും നമ്മൾ അവിടെ പൂരിപ്പിക്കണം. 3 എന്നതിന് അറബിയിൽ എങ്ങനെയാണ് പറയുന്നത്? സലാസത്തുൻ. അവിടെ അക്ഷരത്തിലും അക്കത്തിലും പൂരിപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. അധ്യാപിക ക്ലാസ്സിൽ വിവിധ തരം ചാർട്ടുകൾ പ്രദർശിപ്പിച്ചു. മിതാദ് അവ നിരീക്ഷിച്ചു. നോട്ട്ബുക്ക് എടുത്ത് വിട്ടുപോയ അക്ഷരങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിച്ചു. ആക്ടിവിറ്റി 5 നുലാഹിലു വനുകമ്മിലു. നിരീക്ഷിക്കാം, പൂരിപ്പിക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഒരു മാനാണ് അല്ലേ? മാനിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? വബിയുൻ. ഏത് അക്ഷരമാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത്? ല.
കൂട്ടുകാർ അവിടെ പൂരിപ്പിച്ചത് കണ്ടല്ലോ. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ഡ്രം ആണ് അല്ലേ? ഡ്രമ്മിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ത്വബലുൻ. ഏത് അക്ഷരമാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത്? ത്വ. അവിടെ പൂരിപ്പിച്ചത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു താറാവാണ് അല്ലേ? താറാവിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ബത്വത്തുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? ബ. അവിടെ പൂരിപ്പിച്ചത് കൂട്ടുകാർ കണ്ടല്ലോ. നാലാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു മരമാണ് അല്ലേ? മരത്തിന് എന്താണ് അറബിയിൽ പറയുന്നത്? ഷജറത്തുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? ഷ. ഷ എന്ന് അവിടെ പൂരിപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാർ കണ്ടല്ലോ. ഇനി അഞ്ചാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു പൂവൻ കോഴിയാണ് അല്ലേ? പൂവൻ കോഴിക്ക് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ദീകുൻ അല്ലേ? അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? ദി. അവിടെ പൂരിപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 1 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.